ഹലോ, അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക ഫ്രൈ ആണ്. ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പാവയ്ക്കയും മറ്റൊരു പാവയ്ക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ 1.5 പാവയ്ക്ക, ഒരു ചെറിയ പാവയ്ക്ക്, ഒരു ഇടത്തരം പാവയ്ക്ക, ഓക്കെ, ഒരു ഇടത്തരം പാവയ്ക്കും മറ്റൊരു ഇടത്തരം പാവയ്ക്കയുടെ പകുതി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിൻ്റെ കൂടെ ഒരു 2 ഡ്രോപ്സ് കുക്കിംഗ് ഓയിൽ, നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ കുക്കിംഗ് ഓയിലും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മുടെ നാടൻ ഇരുമ്പിച്ചട്ടിയാണ് ഇവിടെ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ഇരുമ്പിച്ചട്ടി എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാൻ വേണമെങ്കിലും എടുക്കാം. അപ്പം പാനിൽ വെള്ള ഈർപ്പം കംപ്ലീറ്റ് മാറി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കും. അപ്പം ഞാൻ ഇതിൽ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല, വളരെ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഒഴിച്ചിട്ട് ഞാനിത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട്, പാവയ്ക്കയും നമ്മുടെ നേരത്തെ എടുത്ത മസാലയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് നമുക്കിതിൽ വറുത്ത് കോരിയെടുക്കാം. അപ്പം ഞാനിതിപ്പം കുറച്ച് എണ്ണ ഒഴിച്ചത് കൊണ്ട് തന്നെ 2 തവണയായിട്ടാണ് വറുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് സമയമില്ല എന്നുണ്ടെങ്കിൽ, സമയമില്ലാത്തവർക്ക് വേണ്ടി പറയുന്നു, ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഒറ്റ തവണ വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് എനിക്ക് എണ്ണ വേസ്റ്റ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ വറുത്ത് കോരിയ എണ്ണ വീണ്ടും റീയൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് ടോക്സിക് ആവുമല്ലോ, അപ്പോൾ അത് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ മാത്രം എടുത്തത്. അപ്പോൾ അതിലേക്ക് 2 തവണയായിട്ട് നമുക്ക് ഈ പാവയ്ക്ക് മസാല മിക്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിട്ട് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കാം, എന്നിട്ട് നന്നായി വറുക്കുക. ഇത് നമ്മുടെ പാവയ്ക്ക ഫ്രൈ എന്ന് പറയുമ്പം ശരിക്കും ഡീപ്പ് ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്, ഷാലോ ഫ്രൈ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പായിട്ട് വരുന്നത് വരെ നമ്മൾ നന്നായി വറുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം, കുഴപ്പമില്ല. കൂട്ടി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് നമ്മളിവിടെ തന്നെ നിന്ന് ഇങ്ങനെ വറുത്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഇല്ല. അതർവൈസ് അടി പിടിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടെ തന്നെ നിന്ന് നന്നായിട്ട് ഇളക്കി കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ശരിക്കും ആ മസാലയുടെ മണമൊക്കെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഗരം മസാല പൗഡറൊന്നും ഇട്ടിട്ടില്ല, അതൊക്കെ ഓപ്ഷനിലാണ്, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഇടാം. അത് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഫാക്ടറാണ്, പക്ഷേ അത് ഹെൽത്തി അല്ല. പിന്നെ വേണമെങ്കിൽ നമ്മുടെ എണ്ണ ചൂടായി വരുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ സമയത്ത് ഇട്ടാലും മതി. മസാലയുടെ മണം കാരണമാണ് ചുമ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, കറിവേപ്പിലയുടെ ഒരു തണ്ട് ഊരി ആ ഇല മാത്രം ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ ഇതിൻ്റെ കൂടെ വരും. പിന്നെ വേണമെങ്കിൽ ചെറിയ കഷ്ണം ഗാർലിക് ഇട്ട് കൊടുക്കാം, ചെറിയ കഷ്ണം ജിഞ്ചർ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഫ്ലേവർ കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഓപ്ഷണലാണ്, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ശരിക്കും അതൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്. പിന്നെ ഈ പാവയ്ക്ക ഫ്രൈയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിത് ക്രിസ്പി ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ വറുത്ത് കോരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഒരു നല്ല വാട്ടർ ഇല്ലാത്ത ഒരു ബോട്ടിലെടുത്തിട്ട്, വാട്ടറിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത ഒരു ബോട്ടിലെടുത്തിട്ട് നിങ്ങൾ അതിൽ നമ്മൾ ഈ വറുത്ത് കോരിയത് നന്നായി തണുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിട്ട് എയർ ടൈറ്റായിട്ട് തന്നെ അടച്ച് വയ്ക്കാം. അപ്പം നമ്മൾ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഏറ്റവും നല്ലത് ഗ്ലാസ് ബോട്ടിലാണ്. പ്ലാസ്റ്റിക് കുപ്പി മാക്സിമം യൂസ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ല, ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടല്ലോ, നമ്മുടെ പാവയ്ക്ക ഫ്രൈ ഓൾമോസ്റ്റ് റെഡിയായി. ഓൾമോസ്റ്റ് അല്ല, നമ്മളിത്
നമ്മുടെ പാനിൽ നിന്ന് വറുത്ത് കോരി ഇതിന് ശേഷം ശരിക്കും കംപ്ലീറ്റ്ലി റെഡിയായി. ഇപ്പം ഇതാണ് അതിൻ്റെ ഒരു എന്താ പരുവം എന്ന് പറയുന്നത്. നല്ല ഫ്രൈ ആയി വരണം. ഇത് ഞാനിപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. നമുക്ക് കംപ്ലീറ്റ് ഇതിൽ നിന്ന് വറുത്ത് കോരാം. അപ്പം കണ്ടല്ലോ, ഞാൻ എടുത്ത പാവയ്ക്കയുടെ അളവ് ഞാൻ പറഞ്ഞു, പിന്നെ എടുത്ത എണ്ണയുടെ അളവ് നിങ്ങൾ കണ്ടു. അപ്പോഴുള്ള എണ്ണയുടെ അളവും ഇപ്പോഴത്തെ എണ്ണയുടെ അളവും കൂടെ നോക്കൂ. എണ്ണ ശരിക്കും തീരെ കുടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. നമുക്ക് എണ്ണ അധികം ഇല്ല, കുടിക്കാത്ത നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുന്നു. മാക്സിമം കോരുക. അപ്പോൾ കണ്ടോ, നമ്മുടെ ടേസ്റ്റി പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡിയായി. നിങ്ങൾക്കിത് ചായയുടെ കൂടെ എടുക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ എടുക്കാം, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കുറച്ചുകൊണ്ടും ഇരിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ മിക്കവാറും നിങ്ങളത് കഴിച്ച് തുടങ്ങിയ തീരും വരെ കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി ആണ്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നമ്മൾ മസാല ചേർക്കുന്നു, ഉപ്പ് ചേർക്കുന്നു, അതുകൊണ്ടൊക്കെ തന്നെ ഇതിന് കയ്പ്പ് തീരെ ഇല്ലായിരിക്കും. ഇത് നല്ല ക്രഞ്ചി ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പാവയ്ക്ക ഫ്രൈ ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പാവയ്ക്കൊക്കെ വില കുറച്ച് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വാങ്ങിച്ച് നിങ്ങൾ ഇതേപോലെ ഫ്രൈ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പാവയ്ക്ക വില കൂടിയിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് പാവയ്ക്ക യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാവയ്ക്ക ഫ്രൈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാരും വിട്ടുപോകരുത്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് കാണുന്നത് വരെ ബൈ.